നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LBSന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ. നിരവധി കുട്ടികൾ ഇതിനോടകം തന്നെ LBSന്റെ ആപ്ലിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുട്ടികളും പേരൻസും പറഞ്ഞതനുസരിച്ച് നിരവധി മിസ്റ്റേക്കുകളും ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, LBSൽ ഓൾറെഡി അപ്ലൈ ചെയ്ത് മിസ്റ്റേക്ക് വരുത്തിയ കുട്ടികളായിക്കോട്ടെ, അതുപോലെ തന്നെ LBSൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന കുട്ടികളായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ റിസർവേഷൻസിൽ എലിജിബിൾ ആണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ ഡോക്യുമെന്റുകളും നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻസിന്റെ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ പിന്നീട് നിങ്ങളെ കൺസിഡർ ചെയ്തെന്ന് വരികയില്ല. ഉദാഹരണമായിട്ട് NRI ഡോക്യുമെന്റുകൾ, അതുപോലെ തന്നെ NCC, സ്പോർട്സ്, എക്സ് സർവീസ്മെൻ കോട്ട, അതുപോലെ തന്നെ മൈനോറിറ്റി എലിജിബിലിറ്റി ഉള്ള ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികളാണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള OBC കമ്മ്യൂണിറ്റി റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, AW സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ സമയത്താണ് നൽകേണ്ടതായിട്ട് വരിക. ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളും ചോദിക്കുന്നുണ്ട്. അതെല്ലാം റെഡി ആണോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നീട് ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ക്ലിയർ അല്ലാത്ത, പ്രോപ്പർ അല്ലാത്ത ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ആകെപ്പാട് ഒരു അവസരം ലഭിക്കുന്നത് കറക്ഷൻ ടൈമിലാണ്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ കഴിഞ്ഞ് ഒരാഴ്ചയാണ് നമുക്ക് സാധാരണ രീതിയിൽ കറക്ഷൻ ടൈം നൽകുക. അതായത് ജൂലൈ മാസം 2-ാം തീയതി വരെയാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആഴ്ചകളിൽ, അതായത് ഒരു ആഴ്ചയ്ക്കായിരിക്കും നമുക്ക് ഈ പറയുന്നത് പോലെ കറക്ഷൻ ടൈമായിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കറക്ഷൻ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റുകളൊക്കെ വീണ്ടും റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയോ കറക്ഷൻസ് ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിനോടകം തന്നെ മിസ്റ്റേക്കുകൾ വരുത്തിയ കുട്ടികളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിരവധി കുട്ടികളും പേരൻസ് ചോദിച്ച ഒരു കാര്യമാണ്, ഇതുവരെയും കൺഫർമേഷൻ സ്റ്റാറ്റസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലോ എന്നുള്ളത്. അപ്പോൾ പല കുട്ടികളും ചെയ്യുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ ഒരു പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാകാം, അക്ഷയ സെന്റർ വഴി ചെയ്യുന്ന കുട്ടികളുണ്ടാകാം. നമ്മൾ ഇതിന്റെ ഡോക്യുമെന്റുകൾ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കൺഫർമേഷനും കൂടെ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ കംപ്ലീറ്റ് ആയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. കാരണം ഫൈനൽ കൺഫർമേഷൻ നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ എടുക്കുകയില്ല. അത് ഒരു പക്ഷേങ്കിൽ റിജക്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നായിരിക്കും ഒരു പക്ഷേങ്കിൽ കാണിക്കുക. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഡേറ്റാസും ഡോക്യുമെന്റുകളും LBSന്റെ ഭാഗത്തുനിന്ന് അവർ മാനുവലി വെരിഫൈ ചെയ്യുകയും കറക്റ്റ് ആണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, വെരിഫിക്കേഷൻ പ്രൊവിഷണലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അതിന് കുറെ സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ആൾക്കാരുടെയൊക്കെ ആപ്ലിക്കേഷൻസ് അവിടുത്തെ പരിശോധിക്കുകയും വീണ്ടും വെരിഫിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എല്ലാം പൂർണ്ണമായിട്ടും ഓക്കെ ആണെന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റസ് മാറി വരുന്നതുമായിരിക്കും. അതിന് കുറേയും കൂടെ കാലതാമസം നേരിടുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് ജൂലൈ മാസം 2-ാം തീയതി വരെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം 1-2 ആഴ്ചയ്ക്കുള്ളിലായിരിക്കും ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതുവരെയും LBS അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. മിസ്റ്റേക്കുകൾ വരുത്തിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ ടൈം വരെ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ടാവുകയില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം.